നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. 2019 കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ എ പാർട്ട് 1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോവാണ്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനും അതിലുള്ള ചിലപ്പം എളുപ്പമുള്ള വഴികളോ അല്ലെങ്കിൽ ഉടായ്പില്ല വഴികളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പം മാക്സിമം ഞാൻ ഇന്ററാക്റ്റീവ് ആയി തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റിലെ കീവേഡ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² + 8. പിന്നെ അത് ഏതൊക്കെ പോയിന്റ്സിലാണ്? x0 = -2ഉം x0 = ½ എന്ന 2 പോയിന്റിലാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പം നമുക്ക് മനസ്സിലായി ഡെറിവേറ്റീവ്. അപ്പം അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ തന്നെ എഴുതിയേക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² + 8x. എന്നിട്ട് എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണണം. അപ്പം നമുക്ക് എന്തായി? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോമിൽ എന്താ? d/dx ഓഫ് x⁻n ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? nx⁻n-1. ഈ ഫോമിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് വേണം ബൈ ഹാർട്ട് പഠിക്കുക. ഏത് ഉറക്കത്തിൽ പാതിരാത്രിക്ക് വിളിച്ചാൽ ഇത് ഓർമ്മ വരണം. അപ്പം നമുക്കറിയാം f' ഓഫ് x ഇസ് ഈക്വൽ ടു എന്താ? 3 × 2x. അതെന്താ? 6x + 8. കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിച്ച് ഇനി ഏതൊക്കെ പോയിന്റിലാണെന്ന് നോക്കണം. അപ്പോൾ at x is equal to -2 എന്ന പോയിന്റിൽ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത്? f' ഓഫ് -2 എന്താ നോക്കാം. ആ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ -2 കൊടുക്കുക. അപ്പോൾ 6 × -2 + 8 എന്ന് വന്ന് അതെന്താ? 6 × -2 എത്രയാ? -12 + 8 ഈസ് ഈക്വൽ ടു എന്താ? -4. ഇനി at x0 is equal to ½ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? f' ഓഫ് ½ ആണ് കണ്ടത്. അപ്പോൾ f' ഓഫ് ½ ഈസ് ഈക്വൽ ടു എന്താ? എക്സിൻ്റെ സ്ഥാനത്തൊക്കെ അതിൽ ½ കൊടുക്കണം. അപ്പോൾ 6 × ½ + 8 എന്ന് വരും. അപ്പം അതെന്താ? 6 × ½ എത്ര? 3 + 8 ഈസ് ഈക്വൽ ടു എന്താ? 11. അപ്പോൾ അതെന്താ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആൻസർ. നിങ്ങൾക്ക് ആൻസർ എന്താ? പുഷ്പം പോലെ കിട്ടി. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ പുഷ്പം വരെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ റോക്ക് ഈസ് ത്രോൺ ഫ്രം എ ബ്രിഡ്ജ് ആസ് ഫോളോൺ. ആരോ ഏതോ പാലത്തിൻ്റെ മുകളിൽ കല്ലുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ. കോംപ്ലിമെന്ററി മാത്സ്. ഓക്കെ, അപ്പം ഇതിലെ കീവേഡ് നോക്കാം. ഇതിലെ കീവേഡ് എന്താ? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താ? 40 + 4.9 t². അടുത്ത എന്താ നോക്ക്? ഫൈൻഡ് ദ വെലോസിറ്റി. ഈ വെലോസിറ്റിയാണ് ഇതിലെ കീവേഡ്. വെലോസിറ്റി എന്താ? വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. എന്നാൽ ടൈം ഡെറിവേറ്റീവ് ആയിരിക്കും എന്തിൻ്റെ? ഫംഗ്ഷൻ ടൈം ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ അവിടെ എഴുതാം. ഓക്കെ, ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ? 40 + 4.9 t². എന്നിട്ട് അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആണ്. f' ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ? 40 എന്താ? 4. പിന്നെ 4.9 t² എന്താ? 4.9 × 2t. t² ഡെറിവേറ്റീവ് എന്താ? 2t ഈക്വൽ ടു എന്താ? 4 + എന്താ? 4.9 × 2 എന്താ? 9.8t. ഇനി എന്ത് ചെയ്യാം? നമുക്ക് t ഈസ് ഈക്വൽ ടു 3യിലാണ് വെലോസിറ്റി കാണേണ്ടത്. അപ്പം എന്താ? f' ഓഫ് ടി ഈസ് ഈക്വൽ ടു f' ഓഫ് 3 ഈസ് ഈക്വൽ ടു എന്താ? 4 + 9.8 × 3. അപ്പം നിങ്ങളിത് എന്താ ചെയ്യുക? ഇതുവരെ എഴുതിയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് കുത്തുക. എന്നിട്ട് ഉത്തരം എഴുതി വെക്കുക. വെറുതെ കണക്കൂട്ടാൻ പോയി തെറ്റിക്കരുത്. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താ? 4 + എന്താ? 9.8 × 3 എത്രയാ? കാൽക്കുലേറ്റർ എടുത്ത് കുത്തിയിട്ട് കിട്ടും ഉത്തരം 29.4. അതും കൂടി ആഡ് ചെയ്ത് എന്ത് വരും? ഈസ് ഈക്വൽ ടു 33.4 എന്ന് വരും. എന്നിട്ട് നിങ്ങൾ എഴുതി വെക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 33.4. അപ്പോൾ നിങ്ങൾ ഉത്തരമായി. ഇത് നിങ്ങൾക്ക് എന്താ? പുഷ്പമാരി കിട്ടി. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റിയാണ്. അപ്പം നമുക്കറിയാം ഒരു ലിമിറ്റിന് ഉത്തരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ വാല്യൂ വെറുതെ ഇട്ടെടുത്ത് നോക്കാം. അപ്പം അങ്ങനെ ഇട്ടെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മുകളിലും ഇൻഫിനിറ്റി കിട്ടും, താഴെ ഇൻഫിനിറ്റി കിട്ടും.
അപ്പോൾ എന്ത് മനസ്സിലായി? സാധാരണ വഴിയിൽ വെറുതെ ലിമിറ്റ് കൊടുത്താൽ ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ എഴുതി ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² മൈനസ് 3x പ്ലസ് 2 ബൈ x² പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഞാൻ എന്ത് ചെയ്തു? ഇന്ന് x² പുറത്തെടുത്തു. അപ്പോൾ 5 മൈനസ് 3/x പ്ലസ് 2/x². എന്നിട്ട് എന്ത് ചെയ്ത്? അടിയത്തെ സാധനത്തും ഞാൻ x² പുറത്തെടുത്ത്. ഇപ്പോൾ x² 1 പ്ലസ് 1/x². എന്നിട്ട് എന്ത് ചെയ്തു? ഈ മുകളിലും താഴെയിൽ x² ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ x²/x² എത്ര? 1. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനിതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് അപ്പുമ്പോൾ എന്താ? 5 ഈ 3/x അല്ലേ, അതെന്താ? എന്താ ബൈ ഇൻഫിനിറ്റി 0 ആവും. അപ്പം 3/x 0 ആവും, 2/x² 0 ആവും, അതേപോലെ 1/x² 0 ആവും. അപ്പോൾ എന്ത് കിട്ടി? 5/1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, ഇതും പുഷ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ പുഷ്പാന്ന് വിളിച്ച് ഇങ്ങനെ കളിയാക്കോ? ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി എന്ത്? ഈ ക്വസ്റ്റ്യൻ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വാല്യൂ കൊടുത്തു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പറ്റിയില്ലെങ്കിൽ ഇത് റെഡ്യൂസ് ചെയ്തിട്ട് അതിന് ലിമിറ്റ് കാണാം. ഇനിയിപ്പം ഞാനൊരു ഉഡായിപ്പ് എന്ന രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ, എല്ലാ ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാനുള്ള രീതി പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ വാല്യൂ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ കൊടുത്തു നോക്കുക. എന്നിട്ട് ആ കൊടുക്കുന്ന വാല്യൂ എപ്പോഴെങ്കിലും ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ 0/0 എന്ന ഇൻഡിറ്റർമിനൻറ്റ് ഫോം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? എൽ ഹോപ്പിറ്റൽ റൂള് നിങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും എന്ത്? ഭയങ്കര സേഫസ്റ്റ് വേ ആവും. ബാക്കിയൊന്നും പഠിക്കേണ്ട ലിമിറ്റിൽ ജസ്റ്റ് എൽ ഹോപ്പിറ്റൽ റൂള് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? ലിമിറ്റിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്ക് നിങ്ങൾ മാറും. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എൽ ഹോപ്പിറ്റൽ റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. കാരണം ഇതൊരു ടൈപ്പാണ്, അല്ലാതെ ക്വസ്റ്റ്യനിലൊന്നും ഉപയോഗിക്കാം. അപ്പം എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² മൈനസ് 3x പ്ലസ് 2 ബൈ x² പ്ലസ് 1. ഇതെന്താ? ഇതിൽ ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി എന്ന ഫോമിൽ വരും. അപ്പം എന്ത് ചെയ്ത്? എൽ ഹോപ്പിറ്റൽ റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത്? ഞാൻ മുകളിലത്തേൻ്റെയും താഴത്തേൻ്റെയും ഡെറിവേറ്റീവ് കാണാം. അപ്പം എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 × 2x മൈനസ് 3. ഓക്കെ, ആ 2 എന്നത് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് വന്ന് 0. അപ്പം ഞാൻ എന്ത് ചെയ്ത്? പ്ലസ് 2 എന്നും കൂടി എഴുതി, പ്ലസ് 2 എന്നും കൂടി എഴുതി. ഓക്കെ, ഇനി x² എന്താ? 2x പ്ലസ് കോൺസ്റ്റൻ്റ് 0. അപ്പം എന്ത് ചെയ്ത്? ഞാൻ മുകളിലത്തേൻ്റെ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതിച്ച്. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ? 10x മൈനസ് 3/2x. അപ്പം ഇതിൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ഇതിൽ വാല്യൂ കൊടുത്താൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി വരും. അപ്പം നമുക്ക് മനസ്സിലായി. ഒന്നും കൂടി എന്ത് ചെയ്യുക? എൽ ഹോപ്പിറ്റൽ റൂൾ യൂസ് ചെയ്യാം. അപ്പം എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 10x/10 ബൈ 2x/2 ഈസ് ഈക്വൽ ടു എന്താ? 5. കാരണം എന്താ? എക്സ് ഇല്ലാത്തതിനെ കൊണ്ട് ലിമിറ്റ് ഇൻഫിനിറ്റി എവിടെയും കൊടുക്കാനില്ല. അപ്പം എന്താ? ജസ്റ്റ് 5 എന്ന് കിട്ടി. അപ്പം എന്താ? മുകളിലത്തെയും താഴത്തെയും ഉത്തരം എന്താ? സെയിം ആയിട്ട് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഉഡായിപ്പ് മാതിരി യൂസ് ചെയ്യാം. മീൻസ് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാം? ഈ എൽ ഹോസ്പിറ്റൽ റൂൾ മീൻസ് ഇൻഡിറ്റർമിനൻറ്റ് ഫോമിലാണ് വരുന്നതെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ? അതിലെ കീവേഡ് എന്താ? ആക്സിലറേഷൻ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ടൈം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് എന്ത്? വെലോസിറ്റി. ഈ വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡബിൾ ഡെറിവേറ്റീവാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പം ഈ സാധനം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. സ്റ്റിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഈ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ? ജസ്റ്റ് ടൈം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പം ഞാൻ f(t) ഈസ് ഈക്വൽ ടു 1/4t² മൈനസ് t പ്ലസ് 2 എന്ന ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്ത്? അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/4 ഇൻറ്റു t² ഡെറിവേറ്റീവ് എന്താ? 2t മൈനസ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. അത് എഴുതി വെച്ച് ഈസ് ഈക്വൽ ടു 1/2t മൈനസ് 1 എന്നാണ്. ഇനി എന്താ ചെയ്യുക? ഇതിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് കാണാം. ഈ ഡബിൾ ഡെറിവേറ്റീവ് എന്താ?
1/2 ഇൻറ്റു ടിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ഈസ് ഈക്വൽ ടു 1/2. അപ്പം നമുക്ക് എന്ത് ആൻസർ എഴുതിക്കാം. അപ്പോൾ therefore ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താ 1/2 എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പം ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പെട്ടെന്ന് എഴുതി കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ബേഗൽ ഫാക്ടറി. പരീക്ഷയുടെ കൂടെ മനസ്സിനെ കൊതിപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ കീവേഡ് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ കീവേഡാണ് എന്ത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി. എന്നിട്ട് എന്താ, അവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് എന്ത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി. എന്നിട്ട് എന്താ, നമുക്ക് ആ ഡെറിവേറ്റീവ് എവിടെയാണെന്ന് കാണിക്കണം. അപ്പം എന്താ, അത് തന്നിട്ടുണ്ട് 5 എന്ന്. അപ്പം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് 5 തന്നെ വാല്യൂ കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഞാൻ എഴുതുകയാണ്. അപ്പം f(x) is equal to 30x മൈനസ് 2x² മൈനസ് 2. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, f(x) ഈക്വൽ ടു 30 മൈനസ് 2 ഇൻറ്റു 2x മൈനസ് 0 ഈസ് ഈക്വൽ ടു 30 മൈനസ് 4x. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിന് 5 പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പം ഞാൻ x ഈക്വൽ ടു 5 എന്ന വാല്യൂ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ f(5) ഈസ് ഈക്വൽ ടു എന്താ, 30 മൈനസ് 4 ഇൻറ്റു 5 എന്ന് കൊടുത്ത്. അതെത്രയാ, 30 മൈനസ് 20 എന്താ 10 എന്ന് കിട്ടി. അപ്പം ഞാൻ എഴുതാം എന്ത്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി when 5 worker hours are employed is 10. അതങ്ങനെ എഴുതി വെച്ചത്. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹൈ വെലോസിറ്റി. പിന്നെയും ഫിസിക്സ്, എവിടെ പോയാലും ഫിസിക്സ് ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി തന്നു, ഒരു ഫങ്ഷനും തന്നു. എന്നിട്ട് എന്താ, ആ വെലോസിറ്റി ടൈം 1 അതിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 4. എന്നിട്ട് നമ്മളോട് ചോദിച്ച് ടൈം 10 ആവുമ്പം എന്തായിരിക്കും അതിൻ്റെ പൊസിഷൻ. അപ്പം നമുക്കറിയാം എന്ത്, ഈ വെലോസിറ്റീൻ്റെ ഇൻ്റഗ്രലാണ് പൊസിഷൻ. അപ്പം s(t) ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v(t) dt എന്ന് എഴുതാം. എന്നിട്ട് നമുക്കെന്താ, ഈ v(t) ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം അത് എഴുതി വെക്കാം. അപ്പം v(t) ഈസ് ഈക്വൽ ടു എന്താ, 3t + 5. എന്നിട്ട് എന്ത് ചെയ്യുക, s(t)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താ v(t) എന്താ 3t + 5 dt-നെ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്താ, ഇതിൻ്റെ ഫോമുല ഇടണം. അപ്പം ഇതിൻ്റെ ഫോമുല എന്താണ്, ഇൻ്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു എന്താ, x⁻n+1/n+1 + c. ഓക്കെ, അപ്പം ഈ ഫോമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേക്കാം. ഇത് ഏത് ഓർഗൻ വിളിപ്പിച്ച് ചോദിച്ചാലും നിങ്ങൾ എന്തെങ്കിലും അത് കറക്റ്റായിട്ട് കാണാം. അപ്പം അത് ഈക്വൽ ടു എന്താ, 3 ഇൻറ്റു t⁻1+1/1+1 പ്ലസ് 5 ഇൻറ്റു ടി എന്നാ t⁻0+1/1 അതെന്താ ടി തന്നെ പ്ലസ് സി എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താ t²/2 പ്ലസ് 5t പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, അപ്പം നമുക്കിതിൽ അറിയാത്ത സാധനം എന്താ, സി. അപ്പം സി കണ്ടിരിക്കാൻ നമുക്ക് എന്താ, t = 1 പാർട്ടിക്കിൾ 4 തന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, s(1) = 4 എന്നാണ് നമുക്ക് മനസ്സിലായി. അപ്പം എന്ത് ചെയ്ത്, ആ ഇക്വേഷനിൽ നമ്മൾ 1 കൊടുത്തു. അപ്പം 3/2 × 1² പ്ലസ് 5 × 1 പ്ലസ് c = 4. അപ്പം 3/2 × 1² 3/2 പ്ലസ് 5 × 1 5 പ്ലസ് c = 4.
ഓക്കെ, അപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് 3/2 + 5 എത്ര 13/2 + c is equal to 4. ഇതിനെന്ത് ചെയ്യുക, c is equal to 4 - 13. അപ്പം 4 - 13/2 is equal to എന്താ 8 - 13/2 എന്ന് വരും. അതെത്രയാ 5 - 5/2. ഇനി സീൻ്റെ വാല്യൂ കിട്ടി. അപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ എന്താ എസ് ഓഫ് ടി എന്താ 3/2 t² + 5t - 5/2. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഏതാ പൊസിഷൻ 10-ലാകുമ്പോൾ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ t is equal to 10 കൊടുത്താൽ ഉത്തരം കിട്ടി. അപ്പോൾ എന്താ എസ് ഓഫ് 10 is equal to 3/2 × 10² + 5 × 10 - 5/2. അപ്പം അതെന്താ കാൽക്കുലേറ്ററിൽ കുത്തുക 3/2 × 100 + 50 - 5/2. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കുത്തി പെട്ടെന്ന് കാണാം. ഓക്കെ, അപ്പം എന്താ 150 + 50 - 5/2. അതെന്താ ഈസ് ഈക്വൽ ടു എനിക്ക് 5/2 എഴുതാൻ മടിയാവുന്നത്. അതിനെക്കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 2.5 എന്ന് എഴുതി വെച്ച്. ഓക്കെ, അപ്പം എന്തായി 197.5 എന്നായി. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ കുത്തുക, പെട്ടെന്ന് ഉത്തരം എഴുതുക, വെറുതെ കാൽക്കുലേഷൻ ചെയ്ത് സമയം പോക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, പൊസിഷൻ അറ്റ് ടൈം t is equal to 10 ഈസ് എത്ര 197.5. അപ്പം ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി ഈ സെക്ഷൻ എൻ്റെ ബാക്കി 6 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടിലെ വീഡിയോ ഇറക്കുന്നതായിരിക്കും.